ഹായ് ഫ്രണ്ട്സ്, നമ്മളൊക്കെ വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി തന്നെ പിടിച്ചേക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. വെറും കട്ട്ലേറ്റല്ല, സോയാ ചങ്ക്സ് കൊണ്ടുള്ള കട്ട്ലേറ്റാണ്. അതിനായിട്ട് ഞാനിവിടെ സോയാബീൻ കുറച്ചും എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. 2 വിസിൽ, മാക്സിമം 2 അടിച്ചാൽ മതി, പെട്ടെന്ന് വേവുന്നതാണ്. ഇപ്പോൾ ഇതേ വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റാം. ഒരു പാത്രത്തിൽ വെച്ച് വേണം ഊറ്റാൻ. ഇതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് കളയണം, വെള്ളം പാടില്ല. എന്നിട്ട് ഞാനിത് മിക്സിയിൽ അടിച്ചതാണ് ഈ കാണുന്നത്. മിക്സിയിൽ അടിച്ച് വെച്ചതിൻ്റെ അകത്ത് നമുക്ക് കൂട്ടുകളിടാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും 2 പച്ചമുളക്, എരിവിനായിട്ട് പച്ചമുളകും കൂടെ ആയിട്ട് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഞാൻ 2 സവോള ചെറുതായിട്ട് എരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.25 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ 2 ചെറിയ കിഴങ്ങ് വേവിച്ച് ഉടച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ബാറ്ററെല്ലാം കൂടെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ, എന്ത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ഉന്നക്കാടയൊക്കെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇത് ഈ ഒരു ഷേപ്പിൽ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഉന്നക്കാട ഷേപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട്ലേറ്റ് ആണെങ്കിൽ കട്ട്ലേറ്റ് രീതിയിലാക്കിയാൽ മതി. ഇനി നമുക്കിന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. നിങ്ങൾ ബ്രെഡ് ക്രംസ് മാത്രമായിട്ട് എടുക്കണ്ട. മുട്ട 2 പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡിൽ മുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ പൊടിഞ്ഞു പോകാൻ, ഞാൻ ആദ്യം പൊടിച്ചപ്പം അതേപോലെ പൊടിഞ്ഞു പോയി. രണ്ടാമത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് ചെയ്തപ്പം പൊടിയാതെ നല്ല പെർഫെക്ഷനായിട്ട് നമ്മുടെ സോയാ ചങ്ക്സ് കട്ട്ലേറ്റ് നല്ല രീതിയിൽ കിട്ടി. ഇനി നമുക്ക് തിളച്ച എണ്ണയിൽ ഓരോ സോയാ ചങ്ക്സ് കട്ട്ലേറ്റും നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇടുക, അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കത്തില്ല. നല്ല രീതി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ, ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതി, ഒരു സൈഡ് നല്ല രീതിയിൽ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡ് നല്ല രീതിയിൽ ബ്രൗണായി നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടിയുകയും ചെയ്യും, എണ്ണയും കുടിക്കും. ഇപ്പോൾ ഇതേ നമ്മുടെ സോയാ ചങ്ക്സ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു അരിപ്പപാത്രത്തിൽ ഇടാം. ഇപ്പോൾ ഇതേ നമ്മുടെ സോയാ ചങ്ക്സ് കട്ട്ലേറ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ചായക്കൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതേ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ദേ ഇന്ന് ഞാൻ ഷുഹൈബിക്കാണ് കൊടുക്കുന്നത്. ഷുഹൈബിക്ക പറയട്ടെ എങ്ങനെയുണ്ട് കട്ട്ലേറ്റ് എന്ന്. ഇത് സോയാ ചങ്ക്സ് കട്ട്ലേറ്റാണെന്ന് ഒരിക്കലും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടൊരു കട്ട്ലേറ്റാണ് കേട്ടോ. പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഈ സോയാ ചങ്ക്സ് കട്ട്ലേറ്റ് ആണ്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഈ സോയാ ചങ്ക്സ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പെൺമക്കൾ കാണും. അവർക്കിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുത്തേ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.